ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കാൻ സാധ്യത. ഭരണപക്ഷം നിർദ്ദേശിക്കുന്ന ആളെ പിന്തുണയ്ക്കണം എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പ്രതിപക്ഷം തള്ളിക്കളഞ്ഞു. ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി സമാജ്വാദി പാർട്ടിയിൽ നിന്നാകുമെന്ന് സൂചനയുണ്ട്. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയൂ. എസ് കെ എൻ, ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ് എന്നും അതുകൊണ്ട് ആ കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷത്തിന് നൽകണമെന്നുമുള്ള ആവശ്യം ഭരണപക്ഷം അംഗീകരിച്ചിട്ടില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അത് വ്യക്തമായതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൂടാതെ മമതാ ബാനർജി, അഖിലേഷ് യാദവ് എന്നിവരുമായി ആശയവിനിമയം ഇതിനകം തന്നെ അദ്ദേഹം നടത്തി എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ആരാണ് NDAയുടെ സ്ഥാനാർത്ഥി എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ആ പേര് വ്യക്തമാക്കിയ ശേഷം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് അറിയിക്കാം എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ അഖിലേഷ് യാദവും രാജ്നാഥ് സിംഗിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം BJP ഇതര പാർട്ടിയിൽ നിന്ന് വേണം ഡെപ്യൂട്ടി സ്പീക്കർ എന്ന ആവശ്യമാണ് മമതാ ബാനർജി മുന്നോട്ട് വച്ചിരിക്കുന്നത്. NDA ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മത്സരത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യവും. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണത്തിനായി മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 17 പാർട്ടികളുമായി മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നടത്തും. നിലവിലെ സാഹചര്യത്തിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്നും ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആലോചന എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. അയോധ്യയിൽ നിന്നും വിജയിച്ച അവധേഷ് പ്രസാദിന്റെ പേരാണ് നിലവിൽ ഉയർന്നു വരുന്നത് എന്നും സൂചനകൾ ഉണ്ട്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും ലോക്സഭയിൽ മത്സരമുണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി.